ഹായ് ഹലോ, എൻ്റെ പേര് അമൽ അഹമ്മദ് സലാം. ഞാൻ ഈ വർഷത്തെ നീറ്റ് 2024 എക്സാം എഴുതിയൊരു സ്റ്റുഡൻ്റാണ്. എനിക്ക് ദൈവം സഹായിച്ച് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിച്ചു. എൻ്റെ നീറ്റ് 2024 സ്കോർ എന്ന് പറയുന്നത് 720-ൽ 695 ആണ്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 2170, കേരള റാങ്ക് 192. ആൻഡ് ഈ വർഷം ഇന്ത്യയിലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 6ാം സ്ഥാനം വഹിക്കുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അവിടെ കിട്ടാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. സോ ഒരു നീറ്റ് ആസ്പിറൻ്റ് എന്ന നിലയിൽ എന്നെയും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സംഭവമാണ് സ്റ്റഡി പ്ലാൻ, അഥവാ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. സോ ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ നമുക്ക് ഇനിഷ്യലി തൊട്ട് ഉണ്ടാകുന്നത് വളരെയധികം അനിവാര്യമാണ്. അതിനുവേണ്ടി ആണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. ആൻഡ് എൻ്റെ ജേർണിയെ നയിച്ച എൻ്റെ ഒരു സ്റ്റഡി പ്ലാനിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോ ഞാൻ ബ്രില്യനിലെ ഒരു റിപ്പീറ്റർ ബാച്ച് സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ എന്ന രീതിയിൽ ഞാൻ പറയുന്നത്, ബ്രില്യനിൽ നമുക്ക് 3 ഫേസുകൾ കാണാം. ഇനിഷ്യലി ഉള്ള വീക്ക്ലി എക്സാംസ്, ക്ലാസ്സുകൾ നടക്കുന്ന ഒരു ഫേസ്. അതിനുശേഷം വരുന്ന നവംബർ അല്ലെങ്കിൽ ഡിസംബർ, ജനുവരി ഒക്കെ ആകുമ്പോൾ ക്ലാസ്സുകൾ തീർന്നിട്ട് ഒരു പ്രീ മോഡൽ, അതായത് മോഡലിന് മുമ്പ് വരെയുള്ള വേറൊരു ഫേസ്. അതിനുശേഷം മോഡൽ എക്സാംസിന് ശേഷമുള്ളൊരു ഫേസ്. അങ്ങനെ ഒരു 3 ഫേസാണ് നമുക്ക് വരാറുള്ളത്. അപ്പം ഈ ഇനിഷ്യലി ഉള്ള വീക്ക്ലി എക്സാംസിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഫോളോ ചെയ്തത് എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു +1 +2 ഒബ്വിയസ്ലി കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. അപ്പം ഒന്നുമില്ലെങ്കിൽ പോലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിവായിരിക്കും. അതുകൊണ്ട് ടീച്ചേഴ്സ്, അതായത് ഫാക്കൽറ്റി, പ്രൊഫസേഴ്സ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് പഠിച്ച് ഡൗട്ടുകൾ അപ്പം തന്നെ ചോദിച്ച്, അതിനൊക്കെ ബ്രില്യൻ്റ് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് സൗകര്യം ഒരുക്കാറുണ്ട്. സോ ആ ടൈമിൽ തന്നെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്ത് ആ ക്ലാസ് റൂമിൽ, ആ പഠിപ്പിക്കുന്ന ടൈമിൽ തന്നെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഫിസിക്സ് ഒക്കെ ആ ഒരു ടൈമിൽ തന്നെ, ഈ തിയറിയൊക്കെ ആ ഒരു ക്ലാസ് റൂമിൽ നിന്ന് തന്നെ പഠിച്ച് തിയറി മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം വീട്ടിൽ പോയിട്ട് ഒരു 1.5 hours കൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത്, ആ ഒരു പഠിപ്പിച്ച പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് റിവൈസ് ചെയ്യുക. അടുത്ത ഡേയും അത് തന്നെ ചെയ്യുക. അപ്പോൾ ആ അടുത്ത ഡേ പഠിപ്പിക്കുന്നതിനകത്ത് പ്രീവിയസ് ഡേ പഠിപ്പിച്ചതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡഡ് ആയി വരും. വീണ്ടും അതൊരു റിവിഷനായി മാറും. അതേപോലെ തന്നെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. 1.5 hours മതി. വീട്ടിൽ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ചെന്നതിന് ശേഷം ഒരു 1.5 hours നമ്മൾ റിവിഷന് വേണ്ടി, അന്ന് പഠിപ്പിച്ച പോർഷൻസിൻ്റെ ക്ലാസ് ഇരുന്ന് പഠിച്ചതിൻ്റെ ഒരു റിവിഷനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മളെ ആ ഒരു ഫ്ലോയിൽ അന്നന്ന് പഠിച്ചു പോകുന്ന ഒരു ഫ്ലോയിൽ കൊണ്ടുപോകും. അതിനുശേഷം ആ 1.5 hours ശേഷം ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ, നമുക്ക് ബ്രില്യനിൽ എല്ലാ ആഴ്ചയിലും വീക്ക്ലി എക്സാംസ് കാണും. ആ വീക്ക്ലി എക്സാംസിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. നമുക്ക് മൺഡേസ് ആണ് സാധാരണ ഞാൻ പഠിച്ച കൊല്ലം സെറ്റിൽ മോഡൽ എക്സാംസ് വരാറുള്ളത്, വീക്ക്ലി യൂണിറ്റ് എക്സാംസ് വരാറുള്ളത് മൺഡേസിലാണ്. സോ മൺഡേ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നെക്സ്റ്റ് എക്സാമിനുള്ള ഫിസിക്സ് ഞാൻ ആ വെനസ്ഡേക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. തേഴ്സ്ഡേ, ഫ്രൈഡേക്കുള്ളിൽ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യണം. സാറ്റർഡേ, സൺഡേ ഹാഫോടുകൂടി ബയോളജി കംപ്ലീറ്റ് ചെയ്താൽ, ആക്ച്വലി യൂണിറ്റ് എക്സാമിന് നമുക്ക് 1, 2, 3 ഫിസിക്സിൽ നിന്ന് ഒരു ചാപ്റ്റർ, ബയോളജി നിന്ന് ഒരു ചാപ്റ്റർ, കെമിസ്ട്രി നിന്ന് ഒരു ചാപ്റ്ററേ കാണാറുള്ളൂ. സോ ആ ഒരു ടൈം ലാപ്പിൽ നിന്ന് നമ്മൾ അത് ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ ആ ഒരു സൺഡേ ഹാഫോട് കൂടി നമുക്ക് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ. കാരണം ഏത് ചാപ്റ്റർ പഠിച്ചാലും നമുക്ക് എളുപ്പമാവും. പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് ഈസിയാണ്. സോ പഠിക്കണം എന്നൊരു ടാസ്ക് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ ഞാൻ ഈ പറയുന്ന ടൈം ടേബിളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിന് ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ ഫോളോ ചെയ്ത് ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും, സമയമുണ്ടെങ്കിൽ, ഓവറായിട്ട് സമയം ഉണ്ടെങ്കിൽ, ചില ചാപ്റ്റേഴ്സൊക്കെ വാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും. അതില്ലാത്ത ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ സ്റ്റഡി പാക്കേജും കൂടെ ചെയ്യാനുള്ള ഞാൻ ശ്രമിക്കാറുണ്ട്. സോ ആ ഒരു ടൈമിൽ ബ്രില്യൻറ്റിൽ നിന്ന് സ്റ്റഡി മെറ്റീരിയലാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവ്. വേറെ ബുക്കുകളിലേക്ക് പോകാതിരിക്കുക. ആ ഒരു ഇനിഷ്യൽ ആ ഒരു വീക്ക്ലി എക്സാംസിൻ്റെ ടൈം ലാപ്സിൽ മാക്സിമം ഒരു എക്സാമും കളയാതിരിക്കുക. A+ എക്സാം ഉണ്ടെങ്കിൽ അതും എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം വരുന്നൊരു ഫേസാണ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് മോഡൽ എക്സാംസിന് മുമ്പുള്ളൊരു വെക്കേഷൻ പീരീഡ്. ഞാൻ അവിടെ ചെയ്തതെന്ന് പറയുന്നത് റെഫറൻസിന് വരിക എന്നായിരുന്നു. ആ ടൈമിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ബ്രില്യൻറ്റിലെ സ്റ്റഡി മെറ്റീരിയൽ എനിക്ക് ഏകദേശം എല്ലാം ഒന്ന് ഫെമിലിയർ ആയതുകൊണ്ട് ഞാൻ ലൈബ്രറിയിൽ വന്ന് റെഫറൻസ് ഫെസിലിറ്റി ചെയ്യുമായിരുന്നു. ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തത് ഡൂവലിൻ്റെ സെങ്കീജിൻ്റെ തന്നെ ഡൂവൽ എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് ബുക്സ് ഉണ്ട്. ഫിസിക്സിന് 2 പാർട്ടും കെമിസ്ട്രിക്ക് 3 പാർട്ടും ബയോളജിക്ക് 2 പാർട്ടും. ഞാൻ കെമിസ്ട്രിയും ഫിസിക്സാണ് ബേസിക്കലി നോക്കിയത്. ബയോളജി NCERT തന്നെ മാക്സിമം ഫോക്കസ് ചെയ്യുമായിരുന്നു. ആ ഒരു ബുക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ബ്രില്യൻറ്റിൻ്റെ ഏകദേശം ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ബുക്കായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ബുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു ടൈമിലാണ് നമുക്ക് ആക്ച്വലി ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന ബുക്സുകൾ യൂസ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാകുന്നത്.
ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഡൂവൽ ആണെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ലൈബ്രറിയിൽ ഇഷ്ടം പോലെ നമ്പർ ഓഫ് ബുക്സ് അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനുള്ള ടൈമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മോഡലിന് മുമ്പും ക്ലാസ്സുകൾക്ക് ശേഷമുള്ള ഒരു ടൈം ലാപ്പ്. അവിടെ നമുക്ക് പ്രീ മോഡൽസ് ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്ത് ഡൂവല്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഡൂവലിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം അതിനുള്ള ടൈം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചാൽ എനിക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് അത് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിക്കും, തിയറി പഠിക്കും, ശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് ഞാൻ നോക്കാറുള്ളത്. ബയോളജി ആ സമയത്ത് ഞാൻ ബോട്ടണി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സുവോളജി മനസ്സിലാക്കി കൺസെപ്റ്റ് വെച്ച് ഒന്നും കൂടെ വായിച്ചു പോകും. പക്ഷേ ബോട്ടണി നമ്മൾ ത്രൂ ഔട്ട് റിവൈസ് ചെയ്യണം. കാരണം ബോട്ടണിയിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററിൽ നിന്നും നല്ല ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അസേഷൻ റീസൺസ് ചോദിക്കാറുള്ളത്. സോ ബോട്ടണി ആ ടൈം ഞാൻ ഫുൾ ടൈം റിവൈസ് ചെയ്യുമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ക്വസ്റ്റ്യൻസ് ചെയ്ത് റിവൈസ് ചെയ്യുമായിരുന്നു. അതിന് ഞാൻ യൂസ് ചെയ്തത് ലൈബ്രറി ഫെസിലിറ്റിയും റെഫറൻസ് ഫെസിലിറ്റീസും ആയിരുന്നു. അതിനുശേഷം വരുന്നൊരു ടൈമാണ് മോഡൽ എക്സാംസിൻ്റെ ടൈം. ആ ഒരു ടൈമിലേക്ക് വരുമ്പോൾ നമുക്ക് യൂണിറ്റ് 1 മോഡൽ എക്സാം ഉണ്ട്, യൂണിറ്റ് 2 അങ്ങനെ യൂണിറ്റ് 8 യൂണിറ്റ്സും പിന്നെ കമ്പൈൻഡ് യൂണിറ്റ്സും പിന്നെ മോഡൽ എക്സാംസും ആയിട്ടാണ് വരുന്നത്. സോ ആ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PYQs. അത് ആ ടൈമിൽ നല്ല ആപ്റ്റാണ്. കാരണം നമുക്ക് എക്സാംസിലേക്ക് അടുക്കുമ്പം നീറ്റിൻ്റെ ഒരു പാറ്റേണും കിട്ടും. അതുകൂടാതെ തന്നെ പ്രീവിയസ് ഇയറിനകത്ത് നല്ല ലെവൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ തന്നെ ലെവൽ 1 to ലെവൽ 10 വരെ നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരെ കാണാറുണ്ട്. സോ അതൊക്കെ ഓരോ ലെവൽ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിവ് കൂടുകയും ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു നീറ്റിൻ്റെ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായി വരികയും ചെയ്യും. സോ ആ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ബ്രില്യൻറ്റിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾ യൂണിറ്റ് എക്സാമിന് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ശേഖരിച്ച് വയ്ക്കും. ആ ശേഖരിച്ച് വയ്ക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ആണെങ്കിൽ അങ്ങനത്തെ ചാപ്റ്റർ വൈസ് ഉള്ള യൂണിറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എനിക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ എടുത്ത് ചെയ്യും. മോഡൽ എക്സാംസിൻ്റെ ആണെങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ വീണ്ടും ഇന്ന് റിവൈസ് ചെയ്ത് ചെയ്യും. കാരണം ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് ബയോളജി റിവൈസ് ചെയ്യുക. അതാണ് ആ ഒരു ടൈം പീരീഡിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞ ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു. ഇനി ഞാൻ ഒരു സബ്ജക്റ്റ് വൈസ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ബയോളജി എടുക്കുകയാണെങ്കിൽ തന്നെ ബ്രില്യൻറ്റിൽ നമ്മൾ പഠിപ്പിക്കും. അത് സാർമാർ ചിലപ്പം എക്സ്ട്രാ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നോട്ടിൽ കുറിക്കുകയാണെങ്കിൽ അത് ഫേർദർ നമുക്ക് ഭാവിയിൽ ആ കാര്യങ്ങൾ വെച്ച് NCERT പലതും ഓർക്കാൻ സഹായിക്കും. സോ ബയോളജിയിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സാർമാർ പഠിപ്പിക്കുമ്പോൾ സാർമാരുടെ ലെക്ചർ നോട്ട്, അതായത് ഞാൻ എഴുതുന്ന നോട്ടും നമുക്ക് ബ്രില്യൻറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ലെക്ചർ നോട്ടിൻ്റെ ഒരു ബുക്കുണ്ട്, അതും വെച്ച് മനസ്സിലാക്കും. ആ ചാപ്റ്റർ കൺസെപ്റ്റ് നല്ല വൃത്തിക്ക് മനസ്സിലായി എന്ന് എനിക്ക് ബോധം വരുന്ന വരെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം NCERT വായിക്കും. അപ്പോൾ എനിക്ക് ആ NCERT ലൈൻ ബൈ ലൈൻ അത് എങ്ങനെ ആ ലൈൻ അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ആ ലൈൻ എനിക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു കാര്യം. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഓരോ സബ്ജക്റ്റും മനസ്സിലാക്കി പഠിക്കുക എന്നാണ്. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന വെച്ചാൽ ലെക്ചർ നോട്ട് പഠിച്ച ശേഷം മനസ്സിലാക്കിയതിന് ശേഷം NCERT വായിച്ച് ഫുൾ 2 to 3 ടൈംസ് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നാണ്. അതിപ്പം കെമിസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ കെമിസ്ട്രി നമുക്ക് 3 തരമുണ്ട്. ഇനോർഗാനിക് എക്സാക്ട്ലി ബയോളജി എങ്ങനെ പഠിക്കുന്നു അതേപോലെ തന്നെ മനസ്സിലാക്കി ഇനോർഗാനിക് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പല ടേബിളിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് ഓർത്തിരിക്കാനുള്ളൊരു കുറച്ചെങ്കിലും സഹായിക്കാൻ പറ്റൂ. ഫിസിക്കലിൽ വരുമ്പോൾ അത് ബേസിക്കലി ഫിസിക്സ് ചെയ്യുന്ന പോലെയാണ്, അത് ഞാൻ പറയാം. ഓർഗാനിക്കിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും ടീച്ചേഴ്സ് ചുമ്മാതല്ല പറയുന്നത്, റിയാക്ഷൻ മെക്കാനിസം ഇസ് ദ ബേസ്. അത് നല്ലപോലെ വൃത്തിക്ക് നമുക്ക് അറിയാമെങ്കിൽ ഓർഗാനിക് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ഞാനൊരു 3 ടൈംസ് റിവൈസ് ചെയ്തു ഇനിഷ്യലി ഞാൻ പഠിച്ച സമയത്ത്. അതായത് നമുക്ക് ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഒരു 3 വീക്സ് കൊണ്ട് 3 ടൈംസ് റിവൈസ് ചെയ്ത് മാക്സിമം എൻ്റെ കൈ കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വർക്കൗട്ട് ചെയ്യും റിയാക്ഷൻ മെക്കാനിസത്തിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഹൈഡ്രോകാർബൺസ് പഠിച്ചു. അത് കഴിഞ്ഞപ്പം എനിക്ക് ഏകദേശം +1 നിന്ന് ഓർഗാനിക് സെറ്റായി. +2 ഭയങ്കര ഈസി ആയിരുന്നു. ഏത് നെയിംഡ് റിയാക്ഷൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ലൈക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നെയിംഡ് റിയാക്ഷനിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ളൊരു ഐഡിയ. അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ വരുന്നതാണ് ഫിസിക്സ്. ഫിസിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്, ഫിസിക്സ് നമ്മൾ ഇനിഷ്യലി ഓരോ യൂണിറ്റ് വൈസ്, അതായത് വീക്ക്ലി എക്സാംസിന് വേണ്ടി പഠിക്കുമ്പോൾ മാക്സിമം തിയറി പഠിക്കാൻ ശ്രമിക്കുക. തിയറി എന്ന് പറയുന്നത് നമ്മൾ ഡെറിവേഷൻസ് ഉൾപ്പെടെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇക്വേഷൻസിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഡെറിവേഷൻസ് കൂടെ ആ ഇനിഷ്യലി പഠിക്കുന്ന ടൈമിൽ തിയറി പക്ക കൺസെപ്റ്റ് മനസ്സിലാക്കുക, മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു തവണ പഠിച്ചാൽ പിന്നെ മറക്കത്തില്ല. കാരണം ഫുൾ മെക്കാനിക്സ് ആണ്. അത് ഇമാജിനേഷൻ പവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഒരു ഇമാജിനേഷൻ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഒരു തവണ പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് ഫുൾ ആപ്ലിക്കേഷൻസ് ആണ്. എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. തിയറി ചിലപ്പോൾ മറന്നു ആ തിയറി മറന്നു പോകുന്നതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ പറ്റാത്തത്. സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ നോക്കുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്തു. അത് എന്തുകൊണ്ട് അപ്ലൈ ചെയ്തു നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ
ഫിസിക്സിൽ ആ ഒരു ക്വസ്റ്റിനിൽ നിന്ന് എന്താണ് തിയറി നമുക്ക് വിട്ടുപോയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് റിവൈസ് ചെയ്യാൻ പറ്റും. സോ വൺ ടൈം ഫിസിക്സ് ക്വസ്റ്റ്യൻ തിയറി പഠിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ടുള്ള നീറ്റ് 2024 ലൈക്ക് നീറ്റ് എഴുതുന്ന ടൈം വരെയുള്ള സമയത്ത് വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, ക്വസ്റ്റ്യൻസിൽ നിന്ന് തിയറി പഠിക്കുക, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. അത് ചുമ്മാ പറയുന്നില്ല, അതാണ് ഫിസിക്സിൻ്റെ ബേസ് ലൈൻ തന്നെ. സെയിം ഫോർ ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രി പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ NCERT വായിക്കേണ്ടി വരും. കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഫിസിക്കൽ കെമിസ്ട്രിയിലാണെങ്കിൽ NCERT ഇൻബിൽട്ട് ആയിട്ട് വരും. അത് കുറച്ചുകൂടി ഇൻബിൽട്ട് ആയിട്ട് NCERT കൂടെ വായിക്കുക. കെമിസ്ട്രിയും ബയോളജിയും മാക്സിമം NCERT വായിക്കുക, ഫിസിക്സ് NCERT ക്വസ്റ്റൻസ് ആസ് യുവർ വിഷ് ചെയ്യുക. ഞാൻ ഇപ്പം എൻ്റെ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ പലതരം ടെക്നിക്സ് ഉണ്ട്, പലരും കണ്ടുപിടിച്ച പല ടെക്നിക്സ് ഉണ്ട്, പോമഡോറോ, ഫെയ്മൻസ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ടൈം സ്റ്റഡി പ്ലാനും എൻ്റെ വേ ഓഫ് സ്റ്റഡിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ വേ ഓഫ് സ്റ്റഡി ഒരു പ്ലാൻ ഉണ്ടാക്കാനും വേ ഓഫ് സ്റ്റഡി ഉണ്ടാക്കാനും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന രീതിയിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.